ഈ ആലയത്തിൽ നിന്ന് ഈ മന്ദിരം ദൈവത്തിന്റെ മന്ദിരമാണ്. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് അല്ലേ? ഇതിനെ എന്ത് ചെയ്യണം? വിശുദ്ധമായി സൂക്ഷിക്കണം. ഇത് വിശുദ്ധമായതിനു ശേഷം ഈ ആലയത്തിൽ നിന്നും ആത്മാവ് ഒഴുകണം. അപ്പോൾ വിടുതലുണ്ടാകും. നമ്മൾ പറയുന്ന ആത്മാക്കൾ വിടുവിക്കപ്പെടുന്നില്ല, അശുദ്ധാത്മാവ് പോകുന്നില്ല, രോഗികൾ സൗഖ്യമാകുന്നില്ല, ദൈവപ്രവർത്തി നടക്കുന്നില്ല എന്ന് നമ്മളെ എല്ലാവരും ദൈവദാസമായൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞു. അവര് ശുശ്രൂഷിച്ച് എന്താ നടന്നു അല്ലേ? നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്നോട് വിളിക്കാൻ ആരും അടുത്ത് കേട്ടോ. ഫിസിക്കലി എനിക്ക് സൂസനാന്റി അല്ലാതെ ആരെയും എനിക്ക് അറിയുന്നതായിരിക്കും. ഇങ്ങനെ യൂട്യൂബിൽ കൂടെ ഒക്കെ കണ്ടിട്ടുള്ളത് എല്ലാവരെയും ഉള്ളൂ. നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് പകൽക്കാലം നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക. നമ്മുടെ ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക. ഒന്നും ചെയ്തില്ലേലും വേണം, ശരീരത്തെ വിശുദ്ധമായി സൂക്ഷിക്കുക. ആഹാരം കൊണ്ടും നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം. എല്ലാ തലങ്ങളിലും ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഈ ശരീരത്തെ സൂക്ഷിപ്പാൻ ഞാനും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന ആത്മാവ് പൊത്തോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നദി ചെന്ന് ചേരുന്നിടത്തല്ല എന്നുണ്ടാകും വെള്ളം പത്യമായി ഇന്ന് പത്യമായി തീരണമെന്ന് പരിശുദ്ധാത്മാവിനോട് ചെയ്തതാണ്. ഈ സഭയ്ക്കുള്ളിൽ പത്യമായി തീരണം. സഭയിൽ ഹല്ലേലൂയ ആരാധിക്കുന്ന ജനം ഹല്ലേലൂയ സ്തോത്രം ആമേൻ. അവരിൽ നിന്ന് ഒഴുകുന്ന ആത്മാവ് അത് മറ്റുള്ളവരിലേക്ക് ചലിക്കപ്പെടുമ്പോൾ അത് പത്യമായി തീരും. പകൽക്കാലം സമർപ്പിക്കുവാൻ ഈ സമയമുള്ളവരാണെന്ന് എനിക്കറിയത്തില്ല. ഈ ദേശം പത്യമായി തീരണം. പ്രവാചകനോട് പറഞ്ഞു സ്തോത്രം ഹല്ലേലൂയ. ഈ പട്ടണത്തിന്റെ ഇരുപ്പ്, ഈ സഭയുടെ ഇരുപ്പൊക്കെ മനോഹരമല്ലേ? ഈ കാലം ദൈവസഭയുടെ ഇരുപ്പൊക്കെ ഭയങ്കര മനോഹരമാണ്. പണ്ട് കാലത്ത് ഞങ്ങളുടെ മുംബൈ പട്ടണത്തിൽ സ്തോത്രം ആരാധിപ്പാൻ സ്ഥലമില്ലാതെ 26 ഒരുക്കി സ്കൂളിന്റെ വാതിൽ വെച്ച് നിൽക്കുമ്പോൾ ചാവി ലഭിച്ചില്ല. പിന്നെ എവിടെയൊക്കെ വീട്ടുകളിൽ പോയി എന്ത് ചെയ്യും? പോയി ആരാധിക്കുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത വെളിപ്പെട്ടിരുന്നു. കരഞ്ഞു ഉരുണ്ട് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് ആരാധിക്കുവാൻ ഒരാലയം തരണമേ. ഞാൻ അവൻ നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരാലയം തരണമേ. കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ആലയം തന്നു. എനിക്ക് പാർക്കുവാൻ വീട് തന്നു. ഈ ആലയത്തിന്റെ ഉള്ളിൽ ദൈവ സാന്നിധ്യമുണ്ടോ ഇല്ലയോ എന്ന് ആത്മാവ് ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കണമേ. ഭയങ്കരമായി ആത്മാവിനെ തടയുന്നു. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുവാൻ നമ്മുടെ ദേവദാസികളുടെ ആരും പോകരുത്. ശുശ്രൂഷ അനുഭവിച്ചിട്ടേ പോകാവൂ. നമ്മൾ അനുഭവിക്കണം, നമ്മൾ ഭക്ഷിക്കണം, നമ്മൾ ടേസ്റ്റ് ചെയ്യണം. സ്തോത്രം. ഇന്ന് ഈ സമയത്ത് കുറച്ച് സമയമുള്ളല്ലോ. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ആ നദിയിലേക്ക് 10ഓളം ഉള്ളവർ കാണും, മുട്ടോളം ഉള്ളവർ കാണും, അരയോളം ഉള്ളവർ കാണും.